ദൈവത്തെ ദർശിച്ചവരാണ് വിശുദ്ധർ. ആ വിശുദ്ധരോടൊപ്പം മാലാഖമാരുമായി സ്വർഗീയ ആനന്ദത്തിൽ ആയിരിക്കുന്ന ഞങ്ങളുടെ വാത്സല്യനിധിയായ അമ്മ ത്രേസ്യാളിൻ്റെയും പ്രിയ സഹോദരങ്ങളായ മണിദാസിൻ്റെയും ബ്രൈറ്റിൻ്റെയും പാവന സ്മരണയ്ക്ക് മുൻപിൽ ബ്രൈറ്റ് ഗ്രൂപ്പ് ഓഫ് അക്കാഡമീസ് പ്രാർത്ഥനാപൂർവം സമർപ്പിക്കുന്നു ഇന്നത്തെ വിശുദ്ധർ. അവതരണം അനിൽ കുഴിഞ്ഞകാല. ആശയം മുത്തയ്യൻ ആൻഡ് സെലിൻ പ്രിയ. സംവിധാനം സ്റ്റെനി ആൻഡ് സ്റ്റെനിച്ച്. ഇന്നേ ദിവസം തിരുസഭ മാതൃകയായി നൽകിയ വിശുദ്ധരെ അനുകരിച്ച് പ്രാർത്ഥനയോടെ ആ പാത പിന്തുടരുന്ന നിങ്ങൾക്കേവർക്കും കർത്താവിൻ്റെ തിരുമുഖം ദർശിക്കാൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ജസ്റ്റിൻ. ഇന്ന് ജൂൺ 2, വിശുദ്ധ മർസെല്ലിനൂസും പത്രോസിൻ്റെയും തിരുനാൾ. ലത്തീൻ റീത്തിലുള്ള ദിവ്യബലിക്രമത്തിൽ ഒന്നാമത്തെ സ്തോത്രയാഗ പ്രാർത്ഥനയിൽ പേരുകൾ ചേർത്തിരിക്കുന്ന 2 രക്തസാക്ഷികളാണ് മർസെല്ലിനൂസ് എന്ന പുരോഹിതനും പത്രോസും. എക്സോർസിം എന്ന ചെറിയ പട്ടം സ്വീകരിച്ച ഒരു ഷമ്മാശനും ഡയോക്ലീഷ്യൻ ചക്രവർത്തിയുടെ കാലത്ത് അറസ്റ്റ് ചെയ്യപ്പെട്ടു. കാരാഗ്രഹത്തിലായിരിക്കുമ്പോൾ കൂട്ടുകാരായ തടവുകാരെയും ജയിലർ അർത്തേമിയൂസിനെയും മാനസാന്തരപ്പെടുത്തി. ഇതറിഞ്ഞ് ഒരു വനത്തിൽ വച്ച് അവരുടെ ശിരസ് ഛേദിച്ചു കളഞ്ഞു. അതു ചെയ്ത ആരാച്ചാർ മാനസാന്തരപ്പെടുകയും ചെയ്തു. തിബർത്തിയൂസിന്റെ ഭൂഗർഭാലയത്തിൽ അവരെ സംസ്കരിക്കപ്പെടുകയും ചെയ്തു. ഡമാസൂസ് പാപ്പ ഇവരുടെ ശവകുടീരത്തിൽ ഒരു ലിഖിതം കവിതയിൽ എഴുതി വച്ചു. ലാവിക്കൻ റോഡിലുള്ള ശ്മശാനത്തിൽ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ഈ രക്തസാക്ഷികളുടെ ഓർമ്മയ്ക്കായി ഒരു ദൈവാലയം നിർമ്മിച്ചു. അവരുടെ അവശിഷ്ടങ്ങളോട് ബന്ധപ്പെട്ട് അസംഖ്യം ഐതിഹ്യങ്ങളുണ്ട്. ഇവരുടെ രക്തസാക്ഷിത്വം ആദിമസഭയ്ക്ക് ഒരു ശക്തമായ പ്രോത്സാഹനമായിരുന്നിരിക്കണം. അതുകൊണ്ടായിരിക്കാം ഇവരുടെ പേരുകൾ ദിവ്യബലിയുടെ പ്രാർത്ഥനയിൽ ചേർത്തത്. വിശുദ്ധ മർസെല്ലിനൂസെ, പത്രോസെ, ഞങ്ങൾക്കും തിരുസഭ മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കണമേ. ബ്രൈറ്റ് കുടുംബത്തിൽ നിന്നും കർത്താവ് തൻ്റെ മുന്തിരിത്തോപ്പിലേക്ക് വിളിച്ച് പൗരോഹിത്യം നൽകി അനുഗ്രഹിച്ച റവറൻ ഫാദർ ബിൽ ബ്രൈറ്റും സന്യാസത്തിലേക്ക് വിളിച്ച് അനുഗ്രഹിച്ച് മണവാട്ടിയാക്കിയ സിസ്റ്റർ മരിയ ജോസും വിശുദ്ധരെ അനുകരിച്ച് ഇവിടെ ഈ ഭൂമിയിൽ ആത്മാക്കളെ നേടാനായി ഇരുൾ വീണ താഴ്വരയിലൂടെ നടക്കുമ്പോഴും പൈശാചിക ശക്തികൾ വിടാതെ പിന്തുടർന്ന് പീഡിപ്പിക്കുമ്പോഴും മരണം നിഴലായി കൂടെ നടക്കുമ്പോഴും ദിവ്യകാരുണ്യം എപ്പോഴും ആത്മാവിന് കരുത്തേകും പോലെ തിരുവചനമെന്നും പാതയിൽ വിളക്കായി ജ്വലിച്ച് ആ ജ്വാലയിൽ അനേകായിരം ആത്മാക്കളെ നേടിയെടുക്കാൻ സകല വിശുദ്ധരെ, മാലാഖമാരെ ഇവർക്കു വേണ്ടി എപ്പോഴും കർത്താവിനോട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. അനുദിന വിശുദ്ധർ നടന്ന വഴിയെ നടക്കുന്ന ഇവർക്ക് പിന്നാലെ കൽപ്പനകൾ പാലിച്ച് കരുത്തോടെ നടക്കുന്ന ഞങ്ങളും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അരികിലെത്തി നിത്യസൗഭാഗ്യം പങ്കിടാൻ അനുഗ്രഹമരുളണമെന്ന് കർത്താവേ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.